നമ്മളിപ്പോൾ എന്നുള്ളത് തിരുവോണമലയിലാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു സുഹൃത്താണ് ജാഫറിനെ കിട്ടിയിട്ടുണ്ട്. ജാഫറാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാം അല്ലേ? അതെ. ജാഫർ, നമുക്ക് സ്റ്റിക്ക് എന്തെങ്കിലും വേണ്ടി വരും കുത്തിപ്പിടിക്കാൻ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ? അപ്പോൾ ഇത് ചീരയാണല്ലേ സംഭവം? അയ്യോ, ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അല്ലേ? നടക്കാൻ അടിപൊളിയാവും. ഒരു 3 കിലോമീറ്റർ നടക്കല്ലേ ഏകദേശം? ഇപ്പോൾ രൂപം മനസ്സിലായില്ലേ? 3 കിലോമീറ്ററോളം ഇപ്പം നടന്നു കേട്ടോ. പിടുത്തം വിട്ടു. അടാറ് എന്താ പറയുക, നല്ല കയറ്റായോണ്ട് ഭയങ്കര കയറ്റാണ്. ഏകദേശം നമ്മൾ തിരുവോണമലയുടെ ഏകദേശം മുകൾ ഭാഗത്ത് എത്തി അല്ലേ? ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, കുറേ ആയി നടന്നിട്ട് നല്ല കിതപ്പുണ്ട് അല്ലേ? ഇവിടെ വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടോ അല്ലേ? തന്നെ പോവാറ്. അങ്ങനെ തിരുവോണമലയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു പഴയ എത്ര വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞത്? 3000 വർഷം ഉണ്ടാവും. 3000 വർഷം ഉണ്ടെന്ന് പറഞ്ഞത്. ഏകദേശം ഇതിൻ്റെ ജൈന ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയില്ല. കാരണം ഇതിൻ്റെ ചരിത്രങ്ങളൊന്നും നമ്മൾ പഠിച്ചില്ല. പഠിക്കാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അതൊരു വിഡ്ഢിത്തരാവാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചരിത്രങ്ങളൊന്നും പറയുന്നില്ല. ഈ ക്ഷേത്രം നമുക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ കല്ലും അതിൻ്റെ ഭിത്തിയൊക്കെ കണ്ടാൽ തന്നെ അതിൻ്റെ പഴക്കം നമുക്ക് മനസ്സിലാവും. കാരണം ഹെവി കല്ലുകളാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ സംഭവം? ചെറിയൊരു ലിപിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതിങ്ങനെ അത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും നമുക്ക് കാണാനില്ലല്ലോ ശരിക്കും അല്ലേ? ഇതിൽ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? കോവിഡ് കാരണം അല്ലേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഇവിടെ ഒരു മണിയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അടിക്കാൻ പാടുണ്ടടാ? അറിയില്ല, വേണ്ട, അയിമ തൊടണ്ട. നമ്മളിനി ഓക്കെ, ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ആകെ നാശമായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചുറ്റുഭാഗങ്ങളൊന്ന് കാണാം അല്ലേ? അതായത് ഇവിടെ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പൂജകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. വർഷം തോറും ഉത്സവങ്ങൾ ഇവിടെ നടക്കാറുണ്ടെന്നാണ് ഇപ്പോൾ ജാഫർ പറയുന്നത്. നമുക്കൊരത്ര അറിവില്ല. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ പുള്ളി ഇവിടെ അടുത്തുള്ള ആൾ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ഷേത്രം ഉണ്ടല്ലോ, അത് കൂടാതെ ഇവിടെ വേറൊരു ക്ഷേത്രം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് പുതുതായിട്ട്. ഇതെന്താ സംഭവം? ഇങ്ങനെ ഒരു ഹാള്, ഭക്ഷണ കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. പൂജാരി ഉണ്ടായിരുന്നു, പൂജാരിയുടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതെന്താണ് സംഭവം? ക്ഷേത്രത്തിന്റെ ചുറ്റുമതില്. അതായത് നമ്മളിപ്പോൾ കണ്ട ക്ഷേത്രത്തിന്റെ ആണോ അത് പുതിയ നമ്മൾ പുതുതായിട്ട് കാണാൻ പോകുന്ന ക്ഷേത്രത്തിന്റെ അല്ലേ? ഓക്കെ, പുതുതായിട്ട് രണ്ടാമതായിട്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് ഇതല്ലേ? ഇതൊരു ചെറിയ സംഭവമാണോ അല്ലേ? ഓക്കെ, ഇതൊക്കെ തുറന്നിട്ടിരിക്കുകയാണല്ലോ അല്ലേ?
ബാ കുറച്ച് ശ്രദ്ധിച്ച് പോകണം കേട്ടോ. എന്താ സൂക്ഷിക്കണം കേട്ടോ, അല്ല പാമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമേ. ഉത്സവത്തിന്റെ ആ പരിപാടികളൊക്കെ ഇവിടെ നടക്കും. അത് ശരി. നമ്മൾ തിരുവോണമലയിലെ കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. നിങ്ങളിവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? അതായത് ഏത് അല്ല യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണോ അതോ? ഞങ്ങളിവിടെ വന്നത് ഞാൻ കേരളീയം എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് ഞാൻ സൗദിയിലാണ്, ഞാൻ ഇപ്പോൾ ലീവിന് വന്നതാണ്. സൗദിയിൽ തന്നെ നമുക്ക് വേറെ ഒന്നും കാണാനല്ലോ, പ്രവാസികളാകുമ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ കാണാനാണ്. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ കിട്ടിയതാണ് ഒരു കേരളീയൻ പറഞ്ഞിട്ട് ടെൻറ്റിങ് മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ ടെൻറ്റ് ചെയ്ത ദിവസം രാത്രി ഇവിടെ തങ്ങി സൺസെറ്റ് ഒക്കെ കണ്ട് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇവിടെ പറഞ്ഞു 2000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട്. അത് സ്ഥലപ്പേരൊന്നും പറഞ്ഞില്ല, സ്ഥലപ്പേര് ആളുകൾ അതിന്റെ അടിയിൽ കമന്റ് ചെയ്തപ്പോൾ അത് വെച്ചാണ്ട് ഞങ്ങൾ സെർച്ച് ചെയ്ത് ബൈക്കിലാണോ? ഞങ്ങൾ ബൈക്കിലാണ്. ഞങ്ങൾ വണ്ടൂരിൽ നിന്ന് വരികയാണ്, നിലമ്പൂർ അടുത്ത്. അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇവിടെ കണ്ടപ്പോൾ? അടിപൊളിയാണ്, ക്ഷേത്രമൊക്കെ ഒരു സൂപ്പറാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായി. എന്തായാലും ഈ വീഡിയോ കാണുന്നവര് തീർച്ചയായിട്ടും ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, കുന്നൊക്കെ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഒന്ന് വരിക. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്ഷേത്രം തന്നെയാണ് അല്ലേ, എടുത്തു പറയാനുള്ളൊരു സംഭവം ക്ഷേത്രമാണ്.